CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് ഡിണ്ടിഗൽ പച്ചമലയൻകോട്ടൈ ഗാന്ധിനഗറിൽ സനഫുള്ള. പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുമുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ഭരണിയുത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയ്ക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രതിയെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. പുറങ്ങ് മുസ്ലിയാം വീട്ടിൽ തറയിൽ മുഹമ്മദ് നിഹാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പനമ്പാട് വെസ്റ്റ് മഠത്തിൽ സ്കൂളിന് സമീപം ചിറ്റാറയിൽ നൌഷാദിന്റെ വീട്ടിൽ നിർത്തിയിട്ട ബൈക്കാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കത്തിച്ചത്. കുരഞ്ഞിയൂരിൽ 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കനെ പിടികൂടി. കോഴിപ്പുറത്ത് വീട്ടിൽ 54 വയസ്സുള്ള അരവിന്ദനെയാണ് ചാവക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്കു നേരെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ 46-കാരന് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. തിപ്പലശ്ശേരി സ്വദേശി പുളിക്കൽ ബിജുവിനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ മാതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ പരേതനായ ജെയിംസ് ഭാര്യ മേരി നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഫെബ്രുവരി 27 നടക്കുന്ന കേരള തീരദേശ ഹർത്താലിന്റെ ഭാഗമായി ചാവക്കാട് മേഖല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21ാം വാർഷികവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണോദ്ഘാടനവും സൗജന്യ കണ്ണുപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംയുക്തമായി ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള യോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.